We can never predict the behavior of persons. Here we are discussing such a story, the Zoo story written by Edward Albee. ഒരിക്കലും ഒരു വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു പ്ലേ ആണ്, നാടകമാണ്. ദ സൂ സ്റ്റോറി റിട്ടൺ ബൈ എഡ്വേർഡ് ആൽബി. എഡ്വേർഡ് ആൽബി ഇസ് എ ഫേമസ് അമേരിക്കൻ പ്ലേ റൈറ്റ്. വളരെ പ്രശസ്തനായ അമേരിക്കൻ പ്ലേ റൈറ്റ് ആണ്, അമേരിക്കൻ നാടകകൃത്താണ് എഡ്വേർഡ് ആൽബി. ആൻഡ് ദ സൂ സ്റ്റോറി ഈസ് എ വൺ ആക്ട് പ്ലേ. ഒരു വൺ ആക്ട് പ്ലേ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് പ്ലേ ദാറ്റ് ഈസ് റിട്ടൺ ഇൻ 1958. 1958 ഈ നാടകം എഴുതപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകമാണ്. ദ മേജർ തീംസ് ഓഫ് ദിസ് പ്ലേ ആർ ഐസൊലേഷൻ, ലോൺലിനെസ്, മിസ്കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഡിസ്പാരിറ്റി ആൻഡ് ഡീഹ്യൂമനൈസേഷൻ. ഇതില് പല തീമുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇതൊരു അബ്സർഡ് ഡ്രാമയാണ്. അബ്സർഡ് ഡ്രാമ മീൻസ് അബ്സർഡ് ഡ്രാമ അല്ലെങ്കിൽ ഈ ഒരു അബ്സർഡ് ഡ്രാമ എന്ന കാറ്റഗറി അതിൽ ഫേമസ് ആയിട്ടുള്ളത് സാമുവൽ ബെക്കറ്റ് ആണ്. അദ്ദേഹത്തിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകമാണ് അബ്സർഡ് ഡ്രാമയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതൊരു അബ്സർഡ് ഡ്രാമയാണ്. അതായത് ഒരു അബ്സർഡിറ്റി കാണാൻ സാധിക്കും. അതായത് ജീവിതത്തിലെ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത പല വൈരുദ്ധ്യങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ളതുപോലെ തന്നെ പല വൈരുദ്ധ്യങ്ങളും ഈ നാടകത്തിൽ കാണാം. നമുക്ക് ഇതൊരു കൊപ്രായ അല്ലെന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇത് എന്താ ഇത്, അങ്ങനെയുള്ള ഒരു തോന്നൽ റീഡേഴ്സിൽ അല്ലെങ്കിൽ ഓഡിയൻസിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നാടകങ്ങളെയാണ് അബ്സേർഡിറ്റി അല്ലെങ്കിൽ അബ്സേർഡ് ഡ്രാമ എന്ന് പറയുന്നത്. അതായത് there is no or there is some mismatch between reality and imagination. ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടാണ് നമുക്ക് അബ്സർഡ് ഡ്രാമയിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഹിയർ വി ക്യാൻ സീ സം മേജർ തിങ്സ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്വേഴ്സിറ്റി അല്ലെങ്കിൽ റിയാലിറ്റി വേഴ്സസ് അബ്സർഡിറ്റി. റിയാലിറ്റിയും അബ്സർഡിറ്റിയും തമ്മിലുള്ള ആ ഒരു പൊരുത്തക്കേടുകൾ. അതേപോലെ തന്നെ ഐസൊലേഷൻ ആൻഡ് സഫറിങ്സ്. ഐസൊലേഷൻ, ഒറ്റപ്പെടൽ, അതേപോലെ കഷ്ടപ്പാടുകൾ. അതേപോലെ തന്നെ മിസ്കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, സംഭാഷണത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലുള്ള ആ ഒരു മിസ്മാച്ച്. അതേപോലെ തന്നെ സോഷ്യൽ ഡിസ്പാരിറ്റി, സാമൂഹികമായിട്ടുള്ള അന്തരങ്ങൾ. അതായത് അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു സാമൂഹികപരമായിട്ട് ചിലവർ താഴെ തട്ടിലുള്ള ആളുകൾ, ചില ആളുകൾ ഹൈ ആയിട്ടുള്ള ആളുകൾ, അതായത് സോഷ്യൽ വെൽത്ത്, അഫ്ലുവന്റ് എന്താണ് കാറ്റഗറി എന്ന് പറയും നമ്മൾ, വെൽത്തി കാറ്റഗറി. അവര് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന സമയത്ത് ഈ താഴേക്കിടയിലുള്ള ആളുകള് ദേ ഹാവ് ടു സഫർ പോവർട്ടി ആൻഡ് ഐസൊലേഷൻ. ദാരിദ്ര്യവും അതേപോലെ തന്നെ ഒറ്റപ്പെടലും അനുഭവിക്കുന്ന താഴെ തട്ടിലുള്ള ജനങ്ങൾ. ആ ഒരു അന്തരം എല്ലാ സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡീഹ്യൂമനൈസേഷൻ. ഡീഹ്യൂമനൈസേഷൻ മീൻസ് മാനുഷിക പരിഗണന കൊടുക്കാത്ത ഒരു അവസ്ഥ. അതായത് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ആ ഒരു പോളിസിയും ഇത് ഈ നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദ മേജർ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി ആർ പീറ്റർ ആൻഡ് ജെറി. രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് പീറ്ററും ജെറിയും. ഇതില് ജെറി ഈസ് ദി ആന്റി ഹീറോ. ജെറി ഒരു ആന്റി ഹീറോ ആണ്. ആൻഡ് ഹി ഈസ് എ യങ് മാൻ, ഒരു ചെറുപ്പക്കാരനായ വ്യക്തി. ആൻഡ് ഹി സഫേഴ്സ് ഐസൊലേഷൻ ആൻഡ് സഫറിങ്സ്, ഒരു ഒറ്റപ്പെടൽ. ആൻഡ് ഹി ലോസ്റ്റ് ഹിസ് പാരൻസ്. പാരൻസിനെ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സമൂഹത്തില് ഒന്നും അല്ലാത്ത ഒരവസ്ഥ. താൻ എന്താണ്, ആർക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ എന്തിനു ജീവിക്കണം എന്ന ഒരു തോന്നലുള്ള ഒരു വ്യക്തിയാണ് ജെറി. ആൻഡ് പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് എ വെൽത്തി മാൻ ആൻഡ് ഹി എൻജോയ്സ് ഓൾ ദി പ്ലഷേഴ്സ് ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങൾ അതേപോലെ സന്തോഷമൊക്കെ അനുഭവിക്കുന്ന പീറ്റർ, ഹി ഈസ് ദി പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി. ഈ കഥയിലെ പ്രൊട്ടഗോണിസ്റ്റ് പീറ്റർ ആണ്. അദ്ദേഹം സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നു, റിച്ച് ആണ്. ആൻഡ് ഹി ഹാസ് എ വൈഫ് ആൻഡ് 2 daughters. 2 പെൺകുട്ടികൾ, ഭാര്യ, സന്തുഷ്ടമായ കുടുംബം. അതേപോലെ തന്നെ ഹി ഹാസ് 2 cats ആൻഡ് 2 parakeets. 2 തത്തമ്മയുണ്ട്, അതേപോലെ 2 പൂച്ചകളും ഒക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷപ്രദമായ ഹാപ്പി ഫാമിലിയാണ്, നല്ല പീസ്ഫുൾ ഫാമിലിയാണ്, നല്ല സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്ന പീറ്റർ. ഇവർ തമ്മിലുള്ള അന്തരമാണ് നമ്മൾ പറഞ്ഞു, അബ്സേർഡിറ്റി ആൻഡ് റിയാലിറ്റി. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതേപോലെ ഐസൊലേഷൻ ആൻഡ് സഫറിങ്. സമൂഹത്തില് വെൽത്തി ആയിട്ടുള്ള ആൾ
ഇവിടെ എക്സാമ്പിൾ പീറ്റർ എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന സമയത്ത് ജെറി ആ ഒരു താഴെ തട്ടിലുള്ള വേദനകളും യാതനകളും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ പീറ്റർ 2 പാരാക്കീറ്റിനെ വളർത്തുന്നു പറഞ്ഞു നമ്മള്. ആ 2 പാരാക്കീറ്റ് ദേ ആർ ദ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് ഡോട്ടേഴ്സ്. തന്റെ 2 പെൺമക്കൾക്ക് തുല്യമായിട്ടാണ് അദ്ദേഹം ആ 2 പാരാക്കീറ്റിനെ വളർത്തുന്നത്. തത്തമ്മയെ വളർത്തുന്നത് തന്റെ 2 പെൺമക്കളെ പോലെ തന്നെയാണ്. അതേപോലെ തന്നെ ആ ഒരു സന്തുഷ്ടമായ ജീവിതം നയിക്കുന്ന പീറ്ററും ജെറിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ പ്ലേ സെന്റേഴ്സ് അറൌണ്ട് 2 ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. ദ പ്ലേ സെന്റേഴ്സ് അറൌണ്ട് 2 ക്യാരക്ടേഴ്സ് പീറ്റർ ആൻഡ് ജെറി. നമ്മൾ പറഞ്ഞു ദേ മീറ്റ് അറ്റ് എ പാർക്ക് ബെഞ്ച് ഇൻ സെൻട്രൽ പാർക്ക് ഇൻ ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സെൻട്രൽ പാർക്കില് ഒരു ബെഞ്ചില് പീറ്റർ ഇരിക്കുന്നു, തൊട്ടപ്പുറത്തെ ബെഞ്ചിൽ ജെറി ഇരിക്കുന്നു. ഇതാണ് സെറ്റിംഗ്. ആൻഡ് പീറ്റർ ഈസ് എ വെൽത്തി പബ്ലിഷിംഗ് എക്സിക്യൂട്ടീവ്. നമ്മൾ പറഞ്ഞു വെൽത്തി ആണ്. ആൻഡ് ഹി ഈസ് എ പബ്ലിഷിംഗ് എക്സിക്യൂട്ടീവ്. ഹി ഹാസ് എ വൈഫ്, 2 daughters, 2 cats and 2 parakeets. നേരത്തെ പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഭാര്യ, 2 പെൺകുട്ടികള്, 2 പൂച്ചകള്, അതേപോലെ തന്നെ 2 തത്തമ്മകള്. ആൻഡ് ജെറി is an isolated and disheartened man, desperate in his conversation. അതേസമയം ജെറിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒറ്റപ്പെട്ട, സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. സംസാരിക്കാൻ ആരുമില്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. നമ്മൾ പറഞ്ഞു പാരന്റ്സ് ഓൾറെഡി മരിച്ചു പോയതാണ് ജെറിയുടെ. അപ്പൊ ആരും തുണയില്ലാത്ത, സംസാരിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ജെറി. And he intrudes on the peaceful life of Peter by forcing him to listen to his stories. അങ്ങനെ പാർക്കിൽ നിന്ന് ഒരു ബുക്ക് വായിക്കുകയാണ് നമ്മുടെ പീറ്റർ. അദ്ദേഹത്തിന്റെ ഹോബിയാണ് ഇടയ്ക്ക് വന്ന് ഈ പാർക്കിൽ ഇരുന്ന് പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹോബിയാണ്. അങ്ങനെ പുസ്തകം വായിക്കുന്ന സമയത്ത് ജെറി അവിടേക്ക് വരുന്നു. ജെറി അവിടെ വന്ന് ഈ പുസ്തകം വായിക്കുന്ന പീറ്ററിനെ ഓരോന്ന് പറഞ്ഞ് തന്റെ കോൺവെർസേഷനിലേക്ക്, തന്റെ കഥകൾ അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആൻഡ് വി ക്യാൻ സീ ദ എലമെന്റ്സ് ഓഫ് ഐറണി ഇൻ ഹിസ് സ്പീച്ച്. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിന് പല പല വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ബൈ ആസ്കിംഗ് സ്റ്റിഞ്ചി ക്വസ്റ്റ്യൻസ്, Jerry realizes that Peter is living on the fashionable east side of the park near the 5th Avenue and the 74th Street. ഒരുപാട് ചോദ്യങ്ങൾ ജെറി ചോദിക്കുന്നു. അങ്ങനെ കുത്തി ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നത് പീറ്റർ താമസിക്കുന്നത് 74th സ്ട്രീറ്റിനടുത്ത് 5th അവന്യൂവിനടുത്താണ്. അതേപോലെ തന്നെ ഫാഷനബിൾ ഈസ്റ്റ് സൈഡാണ്, ആ പാർക്കിന്റെ ഈസ്റ്റ് സൈഡിലുള്ള ഭാഗത്താണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. And he is also a publisher and his family is a female dominated one with a wife, 2 daughters, 2 cats and 2 parakeets. അതോടൊപ്പം തന്നെ അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ പെണ്ണുങ്ങളാണ് കൂടുതൽ, ഫീമെയിൽ ഡോമിനേറ്റഡ് ആണ്. കാരണം ഭാര്യ, അതേപോലെ 2 പെൺകുട്ടികള്, 2 പൂച്ചകള്, 2 പാരാക്കീറ്റുകള്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ട്. ആൻഡ് ജെറി ഗസസ് ദാറ്റ് പീറ്റർ വുഡ് ഹാവ് എ ഡോഗ് ദാൻ ക്യാറ്റ് ആൻഡ് ഇറ്റ് ഇൻഡയറക്ട്ലി ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി വിഷസ് ഹി ഹാഡ് എ സൺ. ഈ സമയത്ത് ജെറി പറയുന്നു, താങ്കളുടെ കുടുംബത്തിൽ എല്ലാം പെണ്ണുങ്ങളാണല്ലേ, ഫീമെയിൽ ഡോമിനേറ്റഡ് ആണല്ലേ, അപ്പൊ താങ്കളുടെ വീട്ടിലൊരു ഡോഗിനെ താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു ആൺകുട്ടിയെ വേണം എന്നത് പീറ്ററിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് അല്ലേ എന്ന് ചോദിക്കുന്നു. അതായത് പീറ്ററിന്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, അതായത് 2 പെൺകുട്ടികളാണ്, എനിക്കൊരു ആൺകുട്ടി വേണമെന്ന ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു. ആൻഡ് ഹി ഓൾസോ ഗസസ് ദാറ്റ് there will be no more children and that is the decision of his wife. പിന്നീട് ജെറി ഒന്നും കൂടി ഗസ് ചെയ്യുന്നു, അതായത് ഇനി മക്കളൊന്നും ഉണ്ടാവില്ലല്ലേ, അതായത് ഭാര്യ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്, ഇനി വേറെ കുട്ടികളൊന്നും ഉണ്ടാവില്ല അല്ലേ എന്ന് പറയുന്നു. ആൻഡ് പീറ്റർ അഡ്മിറ്റ്സ് ഓൾ ഹിസ് ഗസസ്. ഈ ഗസുകളെല്ലാം, അതായത് തനിക്കൊരു ആൺകുട്ടിയെ വേണമെന്നത് പീറ്ററിന്റെ ആഗ്രഹമാണ്, അതേപോലെ തന്നെ ഭാര്യ പക്ഷെ അതിന് തയ്യാറാകുന്നില്ല, ഇനിയൊരു കുട്ടി എന്ന ഒരു ആഗ്രഹത്തിൽ ഭാര്യ എത്തുന്നില്ല. അപ്പൊ ആ തീരുമാനങ്ങളൊക്കെ ശരിയാണ്, ഇയാളുടെ ഊഹങ്ങളൊക്കെ ശരിയാണ് എന്ന് പീറ്റർ സമ്മതിക്കുന്നു. ആൻഡ് ജെറി റിവീൽസ് ദാറ്റ് ഹി വാക്ക്ഡ് ഓൾ ദ വേ അപ് ടു 5th Avenue ഫ്രം വാഷിംഗ്ടൺ ആൻഡ് ഇറ്റ് ഈസ് ടു ദ സൂ. ഈ സമയത്ത് ജെറി പറയുന്നു താൻ
ഈ ഫിഫ്ത് അവന്യൂ വഴിയാണ് വന്നത്. അവിടെ വാഷിങ്ടൺ മുതൽ ഫിഫ്ത് അവന്യൂ വരെ ഇങ്ങനെ നടന്നു വന്നതാണ്. ആൻഡ് ഐ ആം ഓൺ ദ വേ ടു സൂവിലേക്കാണ് ഞാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിയലി എ ട്രിപ്പ് ഓവർ 50 ബ്ലോക്സ്. ശരിക്കും ഇത് ഈ യാത്ര, ഈ നടന്നു വരലെന്ന് പറയുന്നത് ഒരു 50 ബ്ലോക്സ്, ഏകദേശം 50 ബിൽഡിങ്ങുകൾ കടന്നിട്ടാണ്, അത്രത്തോളം ഒരു നീണ്ട യാത്ര കഴിഞ്ഞാണ്, നീണ്ട ഒരു നടത്തം കഴിഞ്ഞ് ഞാൻ വന്നതാണ്. ആൻഡ് പീറ്റർ അസ്യൂംസ് ദാറ്റ് ജെറി ലിവ്സ് ഇൻ ഗ്രീൻവിച്ച് വില്ലേജ്. ഈ സമയത്ത് പീറ്റർ സങ്കല്പിക്കുന്നു, അതായത് ഗ്രീൻവിച്ച് വില്ലേജിലായിരിക്കാം ഇവൻ താമസിക്കുന്നത്. ആൻഡ് ജെറി നെവർ എക്സ്പ്ലെയിൻസ് ദ പർപ്പസ് ഓഫ് ഹിസ് വാക്കിംഗ് ബട്ട് സേസ്, ജെറി ഒരിക്കലും പറയുന്നില്ല താൻ എന്തിനാണ് ഇത്രയും ദൂരം നടന്നു വന്നത്, സൂവിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. എന്തിനാണ് ഇത്രയും ദൂരം നടന്ന് സൂവിലേക്ക് പോകുന്നതെന്ന് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അയാൾ പറയുന്നു, സംടൈംസ് എ പേഴ്സൺ ഹാസ് ടു ഗോ എ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഓഫ് ഹിസ് വേ ടു കം ബാക്ക് എ ഷോർട്ട് ഡിസ്റ്റൻസ് കറക്റ്റ്ലി. അദ്ദേഹം ഒരു കോട്ടാണ് പറയുന്നത്. ജെറി തന്റെ ലക്ഷ്യങ്ങളൊന്നും പറയുന്നില്ല, മറിച്ച് ഒരു കോട്ട് പറയുന്നത്, അതായത് ഒരു മനുഷ്യന് ശരിയായ മാർഗത്തിൽ ശരിയായ മാർഗത്തിലെത്താൻ കുറേ ദൂരം നടക്കേണ്ടി വരും. കുറേ ദൂരം നടന്നാൽ മാത്രമേ ശരി ഏത് എന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന ഒരു അർത്ഥത്തിലേക്ക് പറയുന്നു. ആൻഡ് ഹിസ് ട്രിപ്പ് ത്രൂ addicts and prostitutes of Washington Square is really a symbolic journey through American class system, that is the problems of affluent upper class. അദ്ദേഹം നമ്മൾ പറഞ്ഞു ഏകദേശം 50 ബ്ലോക്സ് കടന്നിട്ടാണ് ജെറി വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് അഡിക്റ്റുകൾ, അതായത് ഡ്രഗ്സ്, അതേപോലെ തന്നെ ലിക്കർ, ഇതൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുറെ ആളുകൾ, അതേപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ഒക്കെ ഇടയിൽ നിന്നാണ് ജെറി വരുന്നത്. അത് കാണിക്കുന്നത്, ആ ഒരു യാത്ര കാണിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് ഈ ഒരു പ്രശ്നങ്ങൾ അമേരിക്കൻ ക്ലാസ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് അഫ്ലുവന്റ് അപ്പർ ക്ലാസ്. കാരണം ഈ പൈസയുള്ള അപ്പർ ക്ലാസിന്റെ ആ ഒരു ശീലങ്ങളാണ് ഇതൊക്കെ. അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്ത് പോവുക, അതേപോലെ തന്നെ അഡിക്ഷൻ ഉണ്ടാകുക, ക്ലബ്ബ് കാര്യങ്ങൾ, മീറ്റിംഗ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈഫാണ് ഇവിടെ കാണിക്കുന്നത്. ജെറി ബിഗാൻ ടു എക്സ്പ്ലെയിൻ ഹിസ് ലിവിംഗ് അപ്പാർട്ട്മെന്റ്സ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു, പീറ്ററിന് താല്പര്യമൊന്നുമില്ലാതെ സംസാരിക്കാനൊന്നും താല്പര്യമില്ലാതിരിക്കുന്ന പീറ്ററിനോട് ഇയാൾ അങ്ങോട്ട് പോയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ വീണ്ടും ജെറി പറയുന്നു, താൻ ജീവിക്കുന്നത് ഒരു അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ആണ്. ദാറ്റ് ഈസ് എ ടൈനി റൂം ഇൻ എ റൂമിംഗ് ഹൗസ് വിത്ത് സം പൊസഷൻസ്. എൻ്റെ വീട് ഒരു ചെറിയ വീടാണ്, ഒരു തട്ടിക്കൂട്ട് വീടെന്ന് പറയാം. ആ ഒരു ചെറിയ റൂമിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്, സം ക്ലോത്ത്സ്, കുറച്ച് ഡ്രസ്സ് ഉണ്ട്, എ ക്യാൻ ഓപ്പണർ ഉണ്ട്, അതേപോലെ തന്നെ ഹോട്ട് പ്ലേറ്റ്, ഈറ്റിംഗ് യൂട്ടൻസിൽസ്, എംറ്റി പിക്ചർ ഫ്രെയിംസ് ആൻഡ് എ ഫ്യൂ ബുക്സ്. ഇതൊക്കെയാണ് എൻ്റെ സ്വന്തമായിട്ടുള്ളത്. എ ഡോക്ക് ഓഫ് പോമോഗ്രാഫിക് പ്ലേയിങ് കാർഡ്സ്, ആൻ ഓൾഡ് ടൈപ്പ്റൈറ്റർ ആൻഡ് എ ബോക്സ് ഓഫ് അൺആൻസേർഡ് പ്ലേഷർ ലെറ്റേഴ്സ് ആൻഡ് വെൻ ലെറ്റേഴ്സ്. അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങൾ എന്ന് പറയുന്ന ഈ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്ലേയിങ് കാർഡ്സിന്റെ ഒരു പെട്ടിയുണ്ട്, അതേപോലെ ഒരു പഴയ ടൈപ്പ്റൈറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബോക്സിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്, പ്ലഷർ ലെറ്റേഴ്സ്, അതായത് സുഖവിവരങ്ങൾ അന്വേഷിച്ചു വന്ന കത്തുകൾ, അതേപോലെ തന്നെ ദെൻ എപ്പോഴാണ് നീ വരുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കത്ത്, അങ്ങനെ കുറച്ച് കത്തുകളും. ഇതൊക്കെയാണ് തന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. ചെറിയ തട്ടിക്കൂട്ട് റൂമില് ഇതൊക്കെയാണുള്ളത്. ആൻഡ് ഹിസ് ബിൽഡിംഗ് ഈസ് ലൈക്ക് ഡാൻഡീസ് ഇൻഫേർണോ വിത്ത് വേരിയസ് സഫറിംഗ് പീപ്പിൾ ഇൻക്ലൂഡിങ് എ വുമൺ. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ്, ആ ബിൽഡിങ് ഒരു ഇൻഫേർണോ പോലെയാണ്. ഡാന്റെയുടെ ഡിവൈൻ കോമഡിയിലെ ഇൻഫേർണോ എന്ന് പറയുന്നത് നരകമാണ്. ആ നരകം പോലെയാണ് വിത്ത് വേരിയസ് സഫറിംഗ് പീപ്പിൾ. ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇൻക്ലൂഡിങ് എ വുമൺ, അവിടെ ഒരു സ്ത്രീയും ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുടെ ഇടയിലുള്ള ഒരു താമസമാണ് ജെറിക്കുള്ളത്. ആ ബിൽഡിംഗ് മുഴുവൻ അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. ആൻഡ് ജെറി ഹാസ് നെവർ സീൻ ദ ലേഡി ഹു ക്രൈസ് ഓൾ ദ ടൈം. ആ ലേഡിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രത്യേകത, ഷീസ് ക്രൈങ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും കരഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്താണ് കാരണം എന്നറിയില്ല, എപ്പോഴും കരയുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ, കരച്ചിൽ മാത്രമേ അവൻ കേൾക്കുന്നുള്ളൂ. ആ സ്ത്രീയെ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ഹി ഓൾസോ റിവീൽസ് ദ ലോസ് ഓഫ് ഹിസ് പാരന്റ്സ്. ഹിസ് മദർ വാസ് എ വോർ ആൻഡ് ഡ്രിങ്കിങ് പേഴ്സൺ ആൻഡ് ഹിസ് ഫാദർ ഓൾസോ വാസ് എ ഡ്രങ്കാർഡ്.
ഈ സമയത്ത് തന്റെ കഥയും പറയുന്നു. അതായത് തന്റെ പാരൻസിനെ തനിക്ക് നഷ്ടമായി. അമ്മ ഒരു വോർ മീൻസ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. അതേപോലെ തന്നെ ഡ്രിങ്കിങ് പേഴ്സൺ ആയിരുന്നു, മദ്യപാനിയായിരുന്നു. അമ്മയും മദ്യപിക്കും, അതേപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. അച്ഛൻ അതേപോലെ ഒരു ഡ്രങ്കാർഡാണ്. പിന്നീട് he has intense homosexual infatuation and then go to prostitutes. അങ്ങനെ പാരൻസിന് നഷ്ടപ്പെട്ടു. ഇങ്ങനെ രണ്ടുപേരും തന്തോന്നികളാണ്. അതേപോലെ തന്നെ അങ്ങനെ അവര് കുടിച്ചു മരിച്ചു പോയ രണ്ടുപേരാണ്. പിന്നീട് അദ്ദേഹത്തിന് ഹോമോസെക്ഷൽ ഇൻഫാക്ച്വേഷൻ ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ജീവിതത്തിലൂടെ ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോയി. അങ്ങനെ അതിനുശേഷം പിന്നീട് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്ത് പോകുന്ന ഒരു ശീലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അയാളുടെ കഥ വിവരിക്കാൻ തുടങ്ങി. ആൻഡ് ജെറി റിവീൽസ് ലോൺലിനെസ് ആൻഡ് സഫറിംഗ് ആൻഡ് ട്രൈസ് ടു മേക്ക് അണ്ടർസ്റ്റാൻഡ് പീറ്റർ ഹു ഈസ് ലീഡിങ് എ പീസ്ഫുൾ ലൈഫ്. ഈ സമയത്ത് ജെറി തന്റെ ഏകാന്തതയുടെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ കഥ വീണ്ടും പറയുന്നു. എന്നിട്ട് പീറ്ററിന് സമാധാനപരമായ ജീവിതം നയിക്കുന്ന പീറ്ററിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള തത്വചിന്തകൾ പറയേണ്ടതാണ്. ആൻഡ് ദ സൂ അനിമൽസ് ആർ ഐസൊലേറ്റഡ് ഇൻ ദെയർ കേജസ്. പിന്നീട് അദ്ദേഹം ഒരു ഉപമ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സൂവിലേക്കാണ് പോകുന്നത്. ആ സൂവിന്റെ പ്രത്യേകത ദ ആനിമൽസ് ആർ കേജ്ഡ് ഇൻ ദ സൂ. ആ സൂവില് മൃഗങ്ങള് എന്താണ്, കൂട്ടിൽ അടയ്ക്കപ്പെട്ടയാണ്. ദേ ആർ ഐസൊലേറ്റഡ് ആൻഡ് ദേ ആർ സഫറിങ് ലോൺലിനെസ്. കൂട്ടിലകപ്പെട്ട ആ ആനിമൽസ്, കാട്ടിലെ രാജാവായ സിംഹം, അതേപോലെ തന്നെ ഓട്ടക്കാരനും, അതേപോലെ തന്നെ ശക്തനും കരുത്തനും ഒക്കെയായ പുലി, അങ്ങനെ ആന, അങ്ങനെയുള്ള പല ആനിമൽസും, കാട്ടിലെ ധീരന്മാരും വീരന്മാരുമായിട്ടുള്ള പല ആനിമൽസും കൂട്ടിനുള്ളില് ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ട് ഏകാന്തവാസം അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ള സൂവിലേക്കാണ് ജെറി പോകുന്നത്. ജെറിയുടെ അവസ്ഥയും അതേപോലെയാണ്. കാരണം ആ സൂവിലെ ആനിമൽസിനെ പോലെ ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ജെറി. ആൻഡ് the zoo animals are isolated in their cages. Similarly, the people in his apartment suffer loneliness. ജെറി പറയുന്നു, ഈ സൂ ആനിമൽസിനെ പോലെ തന്റെ അപ്പാർട്ട്മെന്റിലുള്ള ആളുകളും ഒറ്റപ്പെട്ടവരാണ്, അതേപോലെ അവർ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതാണ്. ആൻഡ് പീറ്റർ ഫീൽസ് ഡിസ്കംഫർട്ട് ഇൻ ജെറീസ് വേർഡ്സ്. ഈ ജെറിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്ന സമയത്ത് പീറ്ററിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞു റിച്ച് മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളാണ് പീറ്റർ. അതേപോലെ തന്നെ ഹി ഈസ് ലീഡിങ് എ പ്ലഷറബിൾ ലൈഫ് ഓർ ഹാപ്പി ലൈഫ്. സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പീറ്റർ. അപ്പോ ഈ ജെറി പറയുന്ന ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് സൂചിക്കുന്നില്ല. ആൻഡ് ദെൻ ജെറി സേസ് ദ സ്റ്റോറി ഓഫ് ജെറി ആൻഡ് ദ ഡോഗ്. പിന്നീട് ജെറി പറയുന്നു, ജെറിയുടെയും ഒരു നായയുടെയും കഥ പറയാം. It is really a pathetic story of his attempt to find communication with a wild lady's wild dog. ഈ കഥ എന്ന് പറയുന്നത് ജെറിയും ഒരു നായയും തമ്മിലുള്ള കഥയാണ്. അത് ഒരു ക്രൂരമായ സ്ത്രീയുടെ ക്രൂരമായ നായ, ഒരു വേട്ടനായനെ പോലെയുള്ള ഒരു നായയുമായിട്ട് ജെറി നടത്തുന്ന ഏറ്റുമുട്ടലിന്റെ കഥയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ജെറി തന്റെ കഥ പറയാൻ തുടങ്ങി. The dog is really a hunting dog who guards the apartment. ആ അപ്പാർട്ട്മെന്റിനെ കാവൽ ചെയ്യുന്ന നായാണ്, ഒരു വേട്ട നായിനെ പോലത്തെ നായാണ് ഈ നായെ. ആൻഡ് ജെറി ട്രൈസ് ടു കിൽ ഇറ്റ് ബട്ട് ഫെയിൽഡ്. ജെറി ഈ നായിനെ കൊല്ലാൻ തീരുമാനിച്ചു. കാരണം വേട്ട നായിനെ പോലെ വളരെ ശൗര്യമുള്ള, അല്ല അതുപോലെ തന്നെ ആക്രമണകാരിയായ ഒരു നായാണ്, ഭയങ്കര ക്രൂരനാണ്. അപ്പൊ ഈ നായെ കൊല്ലണമെന്ന് ജെറി തീരുമാനിക്കുന്നു. പക്ഷേ അതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് വിത്ത് മ്യൂച്വൽ ഇൻഡിഫറൻസ് ദേ began to be friends. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടങ്ങാറാക്കാത്ത രീതിയിൽ, രണ്ടുപേർക്കും പ്രശ്നമില്ല. അതായത് നായും ജെറിയെ കണ്ടാൽ നായ അനങ്ങാറില്ല, ജെറി നായയെ ഉപദ്രവിക്കാത്ത രീതിയിലേക്ക് പിന്നീട് അവർ ഫ്രണ്ട്സായി മാറുന്നു. ഫ്രണ്ട്സ് അല്ല, എന്നാലും രണ്ടുപേരും ഒരു ലോകിയല്ലാത്ത രീതിയിലേക്ക് മാറും. പീറ്റർ ഈസ് നോട്ട് മൂവ്ഡ് ബൈ ഹിസ് സ്റ്റോറി ആൻഡ് ട്രൈസ് ടു ലീവ് ദ പ്ലേസ് ടു ഹിസ് കംഫർട്ടബിൾ ഹോം. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പീറ്ററിന് അസ്വസ്ഥമാകുന്നുണ്ട്. പീറ്റർ ഈ കഥയൊന്നും കേട്ടിട്ട് അയാൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല. എങ്ങനെയെങ്കിലും തന്റെ ആ സമാധാനപരമായ വീട്ടിലേക്ക്, കുറച്ചൊരു പ്ലഷർ ടൈം ആണ് അദ്ദേഹം ഇവിടെ വായിക്കാൻ വന്നത്. പക്ഷെ എന്നാലാണ് ഇയാള് ജെറി ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നത്, അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് അവിടുന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നു. ആൻഡ് ജെറി ടിക്കിൾസ് പീറ്റർ ആൻഡ് പുഷസ് ഹിം ഓൺ ഹിസ് ആം ആൻഡ് പുഷസ് ഓൺ ദ ഗ്രൗണ്ട്. ഈ സമയത്ത് എഴുന്നേൽക്കാൻ നോക്കുന്ന പീറ്ററിനെ ജെറി പിടിച്ച് തള്ളുന്നു.
പിടിച്ചു തള്ളിയിട്ട് ഗ്രൗണ്ടിൽ വീഴുന്നു അദ്ദേഹം. ആൻഡ് ഹി ചാലഞ്ചസ് പീറ്റർ ടു ഫൈറ്റ് വിത്ത് ഹിം ഫോർ ഹിസ് ബെഞ്ച്, ബട്ട് ഹി ഹെസിറ്റേറ്റ്സ്. പെട്ടെന്ന് പീറ്ററിനോട് പറയുന്നു, എന്നോട് അടികൂടാൻ വാടാ, വാടാ കൊല്ലടാ തിന്നടാ എന്നൊക്കെ പറയുന്ന പോലെ വെല്ലുവിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാനിരുന്ന ബെഞ്ച്, ഈ ബെഞ്ച് ഞാനായി, നീ ഇരുന്ന ബെഞ്ചിൽ ഞാനിപ്പോ ഇരിക്കും, ധൈര്യം ഉണ്ടെങ്കിൽ നീ വാടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാൻ നോക്കുന്നു. ഈ സമയത്ത് സഡൻലി ജെറി ത്രോസ് എ നൈഫ് ഓൺ ദ ഗ്രൗണ്ട് ബിറ്റ്വീൻ ദം ആൻഡ് he began to grab Peter, slapping and told him to fight for his manhood and calls him little vegetable. ഈ സമയത്ത് ജെറി ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും പീറ്ററിന് ഇതൊന്നും കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ല. കാരണം എന്തൊക്കെയോ നമ്മൾ പറയില്ലേ, ഒരു കള്ളുടിയൻ എന്തെല്ലോ പറയുന്നത് പോലെ ഇത് ഇവന് ജെറി എന്താണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു നമ്മള് എന്താണ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അഡിക്സിന്റെ ഒക്കെ ഇടയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ആ ഒരു വാല്യൂ മാത്രമാണ് പീറ്റർ അയാൾക്ക് കൊടുക്കുന്നത്. ഇയാൾ ഇങ്ങനെ വർത്താനം പറയുന്നതിനോടൊന്നും പീറ്റർ പ്രതികരിക്കുന്നില്ല. അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്ന പീറ്ററിനെ വീണ്ടും വെല്ലുവിളിക്കുന്നു. അതായത് ഒരു കത്തി എറിയുന്നു, അവരുടെ ഇടയിലേക്ക് ഒരു കത്തി എറിഞ്ഞിട്ട് ആ കത്തി കൊണ്ട് നീ എന്നോട് പോരാടാൻ പാടാന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്നു. അതേപോലെ തന്നെ പീറ്ററിനെ അടിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. അതേപോലെ നീ എന്ത് മനുഷ്യനാണ്, നീ എന്താണ്, അങ്ങനെ വെല്ലുവിളിക്കുന്നു. അതായത് അദ്ദേഹത്തിന് ആണത്വത്തിന് ചോദ്യം ചെയ്ത് വെല്ലുവിളിക്കുന്നു. അതേപോലെ തന്നെ കോൾസ് ഹിം ലിറ്റിൽ വെജിറ്റബിൾ, നീ എന്താണ് നമ്മൾ പറയില്ലേ മരക്കിഴങ്ങൻ എന്ന് പറയുന്ന രീതിയിൽ എന്ത് കിഴങ്ങനാന്നുള്ള രീതിയിലേക്ക് സംസാരം വരുന്നു. And at last Peter picks up the knife and holds it firmly to defend himself, and Jerry rushes to it, saying, "So be it." ഈ സമയത്ത് ജെറി അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഇങ്ങനെ ആണത്തത്തെ ചോദ്യം ചെയ്യാണ്. ഈ സമയത്ത് തന്റെ മുന്നിൽ കിടന്ന കത്തി പീറ്റർ പിടിക്കുന്നു, ശക്തമായിട്ട് എടുത്ത് പിടിക്കുന്നു. കാരണം സെൽഫ് ഡിഫൻസിനാണ് അദ്ദേഹം പിടിക്കുന്നത്. ഈ പിടിച്ചിരിക്കുന്ന കത്തിയിലേക്ക് നമ്മുടെ ജെറി വന്ന് വീഴുന്നു. അതങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് ഓടി വന്ന ആ കത്തിയിലേക്ക് ജെറി വീഴുന്നു. ആൻഡ് ജെറി റഷസ് ടു ദ നൈഫ് സേയിങ് സോ ഇറ്റ് ബി ആൻഡ് ചാർജസ് അറ്റ് പീറ്റർ ആൻഡ് ഇംപെയിൽസ് ഹിംസെൽഫ് ഓൺ ദ നൈഫ്. ആ കത്തിക്ക് മുകളിലേക്ക് വീഴുന്നു. ആൻഡ് പീറ്റർ ഗെറ്റ്സ് ഫ്രൈറ്റൻഡ്. ജെറി താങ്ക്സ് പീറ്റർ ആൻഡ് ആസ്ക്സ് ഹിം ടു റൺ അവേ ഫ്രം ദെയർ ഫോർ ഹിസ് ഓൺ സേഫ്റ്റി. ഈ സമയത്ത് ആ കത്തിയുടെ മുകളിലേക്ക് വീണ് നെഞ്ചത്ത് കത്തി കയറിയ ജെറി നിലത്ത് വീഴുന്നു. ഇത് കാണുന്ന പീറ്റർ പെട്ടെന്ന് പേടിച്ചു പോകുന്നു. കാരണം പീറ്റർ ഒരു സമാധാന ജീവിതം നയിക്കുന്ന ആളാണ്. പീറ്റർ ഇത് കണ്ട് പെട്ടെന്ന് പേടിക്കുന്നു. അങ്ങനെ പേടിക്കുന്ന പീറ്ററിനോട് അദ്ദേഹം താങ്ക് യു പറയുന്നു. കാരണം ഈ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തണം. സ്വയം മരിക്കാനുള്ള പേടിയാണ്. അങ്ങനെ ഒരു പോരാട്ടത്തിലൂടെ മരിച്ചു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ജെറി ഇങ്ങനെ കളിക്കുന്നത്. അങ്ങനെ അവസാനം ജെറി തന്റെ ആ ഒരു ശ്രമത്തിൽ വിജയിക്കുന്നു. അങ്ങനെ വിജയിക്കുമ്പോൾ നമ്മുടെ പീറ്ററിനോട് താങ്ക്സ് പറയുന്നു. ഇതൊന്നും നമ്മുടെ പീറ്റർക്ക് അറിയില്ല. അതേപോലെ തന്നെ പീറ്ററിനോട് പറയുന്നു ഇവിടുന്ന് എത്രയും വേഗം ഓടിപ്പോയിക്കോളൂ, കാരണം പോലീസ് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക, അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്നു. ആൻഡ് ഹി റിമൈൻഡ്സ് ഹിം ടു ടേക്ക് ദ ബുക്ക് ഫ്രം ദ ബെഞ്ച്. നമ്മൾ പറഞ്ഞു പീറ്റർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ബുക്ക് ബെഞ്ചിൽ വെച്ചിട്ടുണ്ട്, ആ ബുക്ക് എടുക്കാൻ മറക്കണ്ട എന്നും ജെറി ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് പീറ്റർ റൺസ് അവേ ക്രൈങ് ഓ മൈ ഗോഡ്. പീറ്റർ ആകെ പേടിച്ചു പോയി. ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് പീറ്റർ ഓടുകയാണ്. ജെറി സ്കോൺഫുള്ളി എക്കോസ് ദ വേർഡ് ഓ മൈ ഗോഡ്. പീറ്റർ പറയുന്ന ഓ മൈ ഗോഡ് എന്ന ആ വാക്ക് വളരെ പുച്ഛത്തോടു കൂടി ജെറി ഉച്ചരിക്കുന്നു. ആൻഡ് ഡൈസ്. അത് പറഞ്ഞിട്ട് ജെറി മരിക്കുന്നു. അതായത് ഓ മൈ ഗോഡ്, എന്ത് ദൈവം. അതാണ് ഇവിടെ ആ ഒരു നിരീശ്വരവാദം, അബ്സേർഡിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ആളുകൾക്ക് ദൈവം സന്തോഷവും സൗഭാഗ്യങ്ങളും സമ്പത്തും ഒക്കെ കൊടുക്കുന്നു, കുറച്ച് ആളുകൾ കഷ്ടപ്പെടുന്നു. അപ്പോൾ ദൈവം എന്ന കോൺസെപ്റ്റിനെ ഇവിടെ വെല്ലുവിളിക്കുന്ന ആ ഒരു സംഭവം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജെറിയുടെ ജീവിതം, പാരൻസ് നഷ്ടപ്പെട്ടു, തൻ്റെ കഥ കേൾക്കാൻ ആരുമില്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ദൈവം എന്ന കോൺസെപ്റ്റ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെയാണ് ആ ഒരു വരികളിൽ അയാൾ സ്കോൺഫുള്ളി ആണ് പറയുന്നത്. വളരെ പരിഹാസത്തോടു കൂടിയാണ് ഓ മൈ ഗോഡ് എന്ന് പറയുന്ന സമയത്ത് അത് ഉച്ചരിക്കുന്നത്. പീറ്റർ പറയുന്ന ആ വാക്ക് ജെറി ഉച്ചരിക്കുന്നത്. അതോടുകൂടി ഈ നാടകം അവസാനിക്കുകയാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ജെറിയും പീറ്ററുമാണ്. ആൻഡ് ജെറി ഈസ് ദി ആന്റി ഹീറോ. ആന്റി ഹീറോ ആണ്. ആന്റി ഹീറോ എന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ ഹീറോ, ബട്ട് the person do not have
ക്വാളിറ്റീസ്. ഒരു ആൻറ്റി ഹീറോ ആ നാടകത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ഒരു ഹീറോയുടെ പോലെ തന്നെയുള്ള ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. പിന്നീട് പീറ്റർ പറഞ്ഞു പ്രൊട്ടഗണിസ്റ്റ് ആണ്, ഇതിൽ ഈ കഥയെ മുന്നോട്ട് നയിക്കുന്ന മെയിൻ ക്യാരക്ടറാണ്, ആൻഡ് ഹീസ് ലീഡിങ് എ ഹാപ്പി ലൈഫ്. ഇതിനകത്ത് തീംസ് അബ്സർഡിറ്റി വേഴ്സസ് റിയാലിറ്റി, അതേപോലെ ഏലിയനേഷൻ ആൻഡ് ലോൺലിനെസ്, വെൽത്ത് ആൻഡ് പോവേർട്ടി, ദാരിദ്ര്യവും സൗഭാഗ്യവും, അതേപോലെ തന്നെ ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ ആൻഡ് ഐസൊലേഷൻ, അതും ഒറ്റപ്പെടൽ തന്നെയാണ്, ഏകാന്തതയും ഒറ്റപ്പെടലും. ദെൻ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റോറി, ഈ നാടകത്തിന്റെ സ്ട്രക്ചർ നോക്കാം. ദ സ്ട്രക്ചർ ഓർ ദ സ്റ്റോറി ഇസ് സെറ്റ് ഇൻ ന്യൂയോർക്ക്സ് സെൻട്രൽ പാർക്ക് ഓൺ സൺഡേ ആഫ്റ്റർനൂൺ ഇൻ ദ സമ്മർ. സമ്മറിൽ സൺഡേ ആഫ്റ്റർനൂൺ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ന്യൂയോർക്കില് സെൻട്രൽ പാർക്കിലാണ്. ആൻഡ് നോ ചേഞ്ച് ഇൻ സെറ്റിംഗ് ആൻഡ് ടൈം ഇസ് പ്രസന്റ്. ടൈം അതിലെ സെറ്റിങ്ങിൽ ഒരു മാറ്റമില്ല, തുടക്കം മുതൽ ഒടുക്കം വരെയും ആ ഒരു പാർക്ക് തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ടൈം എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ് കാണിക്കുന്നത്, ആ പ്രസന്റിൽ നടക്കുന്ന സംഭവങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ലിറ്റററി ഡിവൈസസ്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ലിറ്റററി ഡിവൈസസ് ആൽ ബി യൂസ്ഡ് ആൻറ്റി ഹീറോ ഡിവൈസ്. ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആൻറ്റി ഹീറോ ഡിവൈസ് ആണ്. ആൻറ്റി ഹീറോ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ പ്ലേ ബട്ട് ലാക്സ് മെയിൻ ഫീച്ചേഴ്സ് ഓർ ഹീറോയിക് ക്വാളിറ്റീസ് ലൈക്ക് കറേജ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഫിസിക്കൽ പവർ. ഇതിൽ ആൻറ്റി ഹീറോ ജെറിയാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ്, സെൻട്രൽ ക്യാരക്ടറായിട്ട് ജെറിയാണ് വരുന്നത്. പക്ഷേ ഈ ആൻറ്റി ഹീറോയ്ക്ക് കറേജ് ഉണ്ടാവില്ല, ഈ ഹീറോയിക് ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഒരു നായകന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹി ഷുഡ് ബി കറേജിയസ്, അതേപോലെ തന്നെ ഹി ഷുഡ് ഹാവ് ഇൻറ്റഗ്രിറ്റി, അതേപോലെ ഹൈ ബർത്ത് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. പാരൻസ് നമ്മൾ പറഞ്ഞു എന്താണ്, ഡ്രങ്കാർഡ്സ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് അമ്മ, അതേപോലെ തന്നെ അച്ഛനും ഡ്രങ്കാർഡായിരുന്നു, അങ്ങനെ മരിച്ചു. പിന്നീട് ഹി ഫീൽസ് ഐസൊലേഷൻ ആൻഡ് ഹി ഓൾസോ ഷെയർസ് ഹിസ് ഡേയ്സ് വിത്ത് അഡിക്ട്സ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അങ്ങനെയുള്ള തരം താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആൻറ്റി ഹീറോ, ഇവിടെ നമ്മുടെ ജെറി. ആൻഡ് ഹി ബ്രേക്സ് ഓൾ ദി സോഷ്യൽ കൺവെൻഷൻസ്. അതായത് വാല്യൂസിനും എന്താണ് പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികളാണ് ഈ ആൻറ്റി ഹീറോസ്. ആൻഡ് ദ പ്ലേ റൈറ്റ് ഓൾസോ യൂസ് സറ്റയർ ആൻഡ് ബ്ലാക്ക് ഹ്യൂമർ ഇൻ ദ സ്റ്റോറി. ബ്ലാക്ക് ഹ്യൂമർ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ സറ്റയർ റിഡിക്യൂൾസ് ഹ്യൂമൻ നേച്ചർ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സാമൂഹികമായിട്ടുള്ള ആ ഒരു എന്താണ് ഘടനയെ, അതായത് റിച്ച് ആൻഡ് പുവർ എന്ന ആ ഒരു സ്ട്രക്ചറിനെ പരിഹസിക്കുന്നു. അതേപോലെ മനുഷ്യന്റെ സ്വഭാവങ്ങൾ, ചില ആളുകൾ എന്താണ് വെൽത്തി ആയിട്ടുള്ള ആളുകൾ അവരവരുടെ കാര്യം നോക്കി, നമ്മുടെ പീറ്ററിനെ പോലെ പീറ്റർ ഇയാളുടെ എന്താണ് നമ്മുടെ ജെറിയുമായിട്ട് സംഭാഷണത്തിലൊന്നും ഏർപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഹി ഈസ് ലീഡിങ് എ പ്ലഷർ ഫുൾ ആൻഡ് ഹാപ്പി ലൈഫ്. വളരെ സന്തോഷപ്രദമായിട്ടുള്ള തൻ്റെ കാര്യം, സ്വന്തം കാര്യം സിന്ദാബാദ്, തൻ്റെ കാര്യം, തൻ്റെ കുടുംബം, ആ ഒരു രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ മനുഷ്യന്റെ സ്വഭാവമാണ് സ്വന്തം കാര്യം നോക്കാന്നുള്ള ആ ഒരു സ്വഭാവം. അതേസമയം ജെറിയും അതേപോലെയാണ് എങ്കിൽ തന്നെയും തൻ്റെ കഥകൾ ആരോടും പറയാനില്ലാത്തതുകൊണ്ട് ആരോടെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ച് മറ്റൊരാളെ കണ്ടെത്തുന്നു. അപ്പൊ ഇതിനെയൊക്കെ പരിഹസിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കാണാം. അതേപോലെ ബ്ലാക്ക് ഹ്യൂമർ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ജെറിയുടെ അപ്പാർട്ട്മെന്റിലുള്ള ആളുകളെല്ലാം കരയുന്ന ആളുകൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ബ്ലാക്ക് ഹ്യൂമറും നമുക്ക് ഈ നാടകത്തിൽ കാണാം. ഇനി ഇതിൽ ചോദിക്കാവുന്ന സ്ഥിരം ചോദ്യം, എക്സ്പ്ലെയിൻ ദ സൂ സ്റ്റോറി ആസ് ആൻ അബ്സർഡ് ഡ്രാമ. അബ്സേർഡിസം നമ്മൾ പറഞ്ഞു, റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഇതൊരു എന്താണ് വൈരുദ്ധ്യമല്ലേ എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കും. അതിലെ അബ്സേർഡ് എലമെന്റ്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാൻ സാധാരണ ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, ദ സൂ സ്റ്റോറി. നമ്മൾ പറഞ്ഞു in the zoo all the animals are isolated and they feel sufferings. കാരണം കൂട്ടം തെറ്റി ഒറ്റയ്ക്ക് ആ ഒരു കേജിൽ അകപ്പെടുന്ന അല്ലെങ്കിൽ കേജിലാക്കപ്പെട്ട ആനിമൽസ് ആണ്, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ഐസൊലേഷൻ, അതാണ് സൂ സ്റ്റോറി. അതേപോലെ അതേ അവസ്ഥയാണ് നമ്മുടെ ജെറിക്കും ഉള്ളത്. ആ ഒരു ടൈറ്റിൽ ചോദിക്കാം. പിന്നീട് ഇതിനകത്ത് ചോദിക്കാവുന്നത് വാട്ട് ആർ ദി മേജർ തീംസ് ഓഫ് ദി സ്റ്റോറി. അതേപോലെ ക്യാരക്ടർ സ്കെച്ച് പീറ്ററും ജെറിയും ചോദിക്കാം. These are the main points. Hope it is useful to you. Thank you.